രാവിലെ 9:30ക്കാണ് ട്രെയിനെങ്കിലും ഞാൻ 7 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ചയാണ് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ രാവിലെ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എച്ചിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഗ്രൗണ്ടിലോട്ട് പോയി. ചെന്ന് വണ്ടിയിൽ കയറിയിരുന്ന് കുറച്ച് പട്ടി ഷോയൊക്കെ കാണിക്കാൻ ഇന്ന് സമയം കിട്ടി കേട്ടോ. കാരണം വണ്ടിയിൽ ഡീസൽ ഇല്ലായിരുന്നു. ടീച്ചർ ഡീസൽ വാങ്ങിക്കാൻ പോയിക്കുന്ന സമയത്ത് ഞാൻ കാറിൽ കയറിയിരുന്നിട്ട് കുറേ ഷോയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സ്കൂട്ടി കൊണ്ടുവന്ന് ഒരു പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയേട്ടാ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാനൊരു കോഫി കുടിക്കാമെന്ന് കരുതിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു കോഫി വാങ്ങിച്ചു. വളരെ മോശമായിട്ടുള്ളൊരു കോഫിയായിരുന്നു. ഒരു കുടിച്ചപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി. ഞാൻ പിന്നെ അതങ്ങ് കളഞ്ഞു കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടായിരുന്നേ. എനിക്ക് പിന്നെ ടൈം ഉള്ളതുകൊണ്ട് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ റിലാക്സ് ആയിട്ട് ചെന്ന് സീറ്റൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സെറ്റിലായിട്ടുണ്ട്. നമ്മുടെ 2 സീറ്റ് വരുന്നില്ലേ, സിംഗിൾ സീറ്റ്. അപ്പോൾ അങ്ങനത്തെ സീറ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ട്രെയിൻ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ട്രെയിൻ യാത്ര. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് മെമ്മറീസ് തന്നിട്ടുള്ളത് ട്രെയിൻ യാത്രകളാണ്. ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്നതും ട്രെയിനിൽ പോകുന്നതാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ പുറത്തോട്ടൊക്കെ തലയിട്ട് നോക്കിയൊക്കെ നിന്നു. ഡോറിന്റെ സൈഡിൽ പോയി കുറച്ചു നേരം നോക്കി നിന്നു. എനിക്ക് ഇങ്ങനെ ഇപ്പൊ ട്രെയിൻ പോകുമ്പോഴത്തേനുള്ള വ്യൂസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേന് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഇത് കഴിച്ച് വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സ്നിക്കേഴ്സും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കഴിക്കാനുള്ള പ്ലാനാണ്. എന്നിട്ട് ഞാൻ ഡോറിന്റെ സൈഡിൽ പോയി നിന്ന് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് നല്ല എൻജോയ് ചെയ്ത് പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ടോണ്ട് നിന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡോറിന്റെ സൈഡിൽ പോയി നിൽക്കാനായിട്ട്. ആ ഡോറ് തുറക്കുന്നതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിൽക്കാൻ കേട്ടോ. നമ്മൾ ആ ഡോറ് പെട്ടെന്ന് അടയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്നുള്ള കെയർഫുൾ ആയിട്ട് നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നേരം ഞാൻ അവിടെ നിന്ന് പുറത്തോട്ട് കണ്ടോണ്ട് നിന്ന്. നല്ല മഴയുണ്ടായിരുന്ന ഇടയ്ക്ക് ഒരു സ്ഥലത്തോട്ട് വന്നപ്പോഴേട്ടാ കായലോ എന്തോ ആണ്, അതിന്റെ വ്യൂ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. മഞ്ഞൊക്കെ വീണ് കിടിലം വൈബായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ എറണാകുളം എത്തിയിട്ടുണ്ട്. മെട്രോയിൽ പോകാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ ഒരു ഊബർ എടുത്ത് അങ്ങ് പോയി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ.